ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫസ്റ്റ് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പുമാവിൽ ഇടയിലൊക്കെ ഒരു ഉഴുന്നുപരിപ്പ് കടിക്കുമ്പോൾ അതൊരു രസമല്ലേ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാളയും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തു. അതൊന്ന് വേഗം വഴറ്റി കിട്ടാനേ കുറച്ച് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. ഉപ്പുമാവ് കുറച്ച് കളറിന് വേണ്ടിയിട്ടേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉപ്പുമാവ് വേവാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ പാകല്ലേ നോക്കിയപ്പോഴേ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇന്നേ തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ടേ റവക്കൊന്ന് ആദ്യം ഞാൻ വറുക്കാൻ മറന്നുപോയിട്ടോ. പിന്നെ ഇങ്ങനെ ഒരു തരം റവ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അത് തികയില്ല വിചാരിച്ചിട്ട് ഞാൻ ഒരു അരക്കപ്പ് റവം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം മിക്സാക്കി അടച്ചു വെച്ചു. ഭാഗ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചതൊക്കെ കറക്റ്റായി കിട്ടി കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേ നമ്മളെ റവ ഉപ്പുമാവ് സെറ്റായി. പിന്നെ അതൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. രാവിലെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ടേ അടുപ്പൊക്കെ കത്തിപ്പിടിച്ച് കിട്ടാൻ നല്ല പണിയാട്ടോ. അങ്ങനെ ഒരു വിധം കത്തിപ്പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു. ഈ ടൈം കൊണ്ടേ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ചു വന്നിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടപ്പെടില്ലെന്ന്. പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയത്. കൂടെ 2 ചെറുപഴം കൂടിയും വെച്ച് കൊടുത്തു. അങ്ങനെ ചെറുപഴമൊക്കെ കൂട്ടി കുഴച്ചിട്ട് ഉപ്പുമാവ് കഴിച്ചു. കൂടെ നമ്മൾ ചൂടുള്ള കട്ടൻ ചായയും. അങ്ങനെ രാവിലത്തൊക്കെ പരിപാടി കഴിഞ്ഞ് ഉച്ചക്കത്തെ പരിപാടി തുടങ്ങി. ഇന്നിപ്പോൾ മീൻ കിട്ടിക്കുന്നത് കുഞ്ഞമത്തി കേട്ടോ. ഇതിവിടെ പൊരിക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടേ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതാട്ടോ. വാഴലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് വറ്റിച്ചെടുത്തത്. കറി ഇന്നിപ്പോൾ സാമ്പാറാട്ടോ. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കലും കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയി. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബായ്.